മതവേർതിരിവുകൾക്കപ്പുറം മനുഷ്യത്വത്തിന് വിലയുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു നേർക്കാഴ്ചയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെ മരിച്ച കാസർഗോഡ് ചിഗ്രുപദൈ സ്വദേശി നാരായണന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ബന്ധുക്കൾ തയ്യാറായില്ല. അവിടെ മൃതദേഹം ഏറ്റെടുത്ത് ചിതയ്ക്ക് തീ കൊളുത്തുന്നതുവരെയുള്ള ഹൈന്ദവാചാര പ്രകാരമുള്ള അന്ത്യകർമ്മങ്ങൾ ചെയ്തത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഇർഫാന ഇക്ബാലാണ്. അരുൺ പൂപ്പറമ്പ തയ്യാറാക്കിയ റിപ്പോർട്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ക്യാൻസർ ബാധിതനായി ചികിത്സയിലിരിക്കെയാണ് കാസർഗോഡ് ചിഗുറുപ്പാതെ സ്വദേശിയായിട്ടുള്ള 63-കാരൻ നാരായണൻ മരിച്ചത്. എന്നാൽ മരണശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റെടുക്കാനോ സംസ്കാര ചടങ്ങുകൾ നടത്താനോ ബന്ധുക്കൾ ആരും തയ്യാറായില്ല. അപ്പോഴാണ് ആ മൃതദേഹം ഏറ്റെടുത്ത് സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായി, അതായത് ആ ചിതക്ക് തീ കൊളുത്തുന്നവരെയുള്ള അന്ത്യകർമ്മങ്ങൾ ഉൾപ്പെടെ നിർവഹിക്കുന്നതിന് വേണ്ടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള ഇർഫാന ഇക്ബാൽ തയ്യാറായത്. ഇപ്പോൾ ഇർഫാന നമ്മോടൊപ്പം ചേരുകയാണ്. നമുക്ക് ട്രസ്റ്റ് ഓൾഡ് ഏജ് ഹോം ഉള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. നമ്മൾ അങ്ങനെയാണ് അവർ ഏറ്റെടുക്കാൻ വേണ്ടി പോയ സമയത്ത് അവരെ ആ സിറ്റുവേഷൻ കണ്ടിട്ട് നമുക്ക് ഇവിടെ ഏറ്റെടുക്കുന്ന സാഹചര്യം അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ കളക്ടറൊക്കെ ഇടപെട്ടിട്ട് നമ്മൾ പെരിയാർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അങ്ങോട്ട് കൊണ്ടുപോയി അവിടെയാണ് 4th സ്റ്റേജ് എന്ന് മനസ്സിലായി. മൗത്ത് ക്യാൻസറാണ്, 4th സ്റ്റേജാണ്. അപ്പോൾ ഫർദർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ 1 മാസത്തോളം അദ്ദേഹം അവിടെ ആയിരുന്നു. വളരെ അവശനായിരുന്നു. നമ്മളവരെ ക്ലീനൊക്കെ ചെയ്തിട്ടാണ് അവിടുന്ന് കൊണ്ടുപോയത്. ആ സമയത്ത് തന്നെ ആരും ഇത് ചെയ്തിട്ടില്ല, നാട്ടുകാരൊക്കെ. നമുക്ക് ഒരാവശ്യമില്ല എന്ന രീതിയിൽ നമ്മൾ ആനിമൽസിനൊക്കെ ഇട്ടേക്കില്ല, ആ രീതിയിലായിരുന്നുണ്ട്. 1 മാസത്തോളം മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. അവിടുന്ന് നമുക്ക് ഫോൺ കോൾ വന്നു, മരിച്ചു എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ബന്ധുക്കൾക്ക് അറിയിച്ചു. ആ സമയത്താണ് അവർ പറയുന്നത്, നിങ്ങൾ തന്നെ ബോഡി ഏറ്റെടുത്തോളൂ എന്നാണ് പറഞ്ഞത്. കർമ്മങ്ങൾ ചെയ്യാനെങ്കിൽ ആരെങ്കിലും വേണം, ലാസ്റ്റ് ഫ്യൂണറൽ ചെയ്യാൻ വേണ്ടിയെങ്കിൽ ആരെങ്കിലും വേണമല്ലോ. ആരില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? എന്തായാലും ഒരു മരണശേഷം ഒരു മനുഷ്യൻ അനാഥനായി തുടരുക എന്നത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇർഫാന ഇക്ബാൽ ഉൾപ്പെടെയുള്ളവർ ഈ അന്ത്യകർമ്മങ്ങൾ ഉൾപ്പെടെ ചെയ്ത് സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തിയത്. എന്തായാലും ആ നാടൊന്നാകെ ആ പ്രവൃത്തിക്ക് കൈയടിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.